തൃശൂർ കലശമല പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി. ഇക്കോ ടൂറിസം പദ്ധതിയുടെ തൊട്ടടുത്തുള്ള 1-ാം വാർഡിലാണ് ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. ജനങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഒരു ബോർഡൊക്കെ അവിടെ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 20ഓളം കുടുംബങ്ങളിലായി 120-ലധികം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ലിഷോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, ഈ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ്? ഒരു അപകടമുണ്ടായാൽ വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ അപകടമുണ്ടായിട്ടുള്ള സ്ഥലമാണോ? അവിടെ നിന്ന് മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള അഭ്യർത്ഥനകൾ മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? അതായത് 20-ലധികം കുടുംബങ്ങളിലായി 200ഓളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. കലശമല പ്രദേശത്താണ്. ഇതൊരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശത്ത് മണ്ണ് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് താഴെയുള്ള ഇടത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്ന രതീഷ്, അതായത് ഇവിടെ ഒരുപാട് കാലങ്ങളായി സമാനമായ രീതിയിൽ ഈ അപകടാവസ്ഥയുണ്ട്. ജിയോളജി വകുപ്പിൻ്റെ പരിശോധനയിൽ ഇത് അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ പഞ്ചായത്തിൽ ആളുകൾ സമീപിച്ചിരുന്നു. ഈ പഞ്ചായത്ത് പക്ഷേ ആ മണ്ണ് അവിടെ നിന്ന് നീക്കാനായി ഒരുക്കമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയുള്ളത് ടൂറിസം വകുപ്പിന്റെ മനുഷ്യരെ സാധ്യമാകുന്ന തരത്തിൽ നീക്കം ചെയ്യാനാകുന്ന മലയാണോ? അപകട സാഹചര്യം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. ഇപ്പോൾ ആളുകൾ മാറി താമസിക്കണമെന്ന് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് തന്നെയാണ്. ഇത്രയധികം ആളുകൾ 120ഓളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിലും അതിന്റെ വ്യാപ്തി വലുതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ ബോർഡ് സ്ഥാപിക്കുന്ന പഞ്ചായത്ത് വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് അവിടെ നിന്നും കുറച്ച് മണ്ണ് നീക്കം ചെയ്ത്, അതായത് ഈ അപകടാവസ്ഥയിലുള്ള ഇടത്തെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നൊരു സ്ഥിതിയാണ്. മറ്റ് അപകടങ്ങളൊന്നും തന്നെ പിന്നീട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ജിയോളജി വകുപ്പിൻ്റെ കണ്ടെത്തൽ. അങ്ങനെ ജിയോളജി വകുപ്പിൻ്റെ കണ്ടെത്തൽ ഉള്ള സാഹചര്യത്തിൽ പഞ്ചായത്ത് തന്നെ ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് തങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് അതിന് വേണ്ട ഈ ജനങ്ങൾക്ക് അവിടെ കൃത്യമായി അപകടമില്ലാതെ താമസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ഭാഗം മാറ്റാനായി തയ്യാറാണെന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു തടസ്സം വരുന്നത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിക്കാത്തതാണ്. അങ്ങനെ അനുമതി ലഭിച്ചാൽ മാത്രമേ അവിടെ നിന്നും മാറാനായി. റിപ്പോർട്ട് എന്നാണ് നൽകിയത്? ഈ കാലവർഷം ശക്തമാകുന്നതുവരെ ഈ മണ്ണ് മാറ്റാനൊക്കെ കാത്തിരിക്കേണ്ടിയിരുന്നോ? അതായത് ജനങ്ങൾ പറയുന്നത് ഇത് കുറേ നാളുകളായുള്ള പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ച് തങ്ങളോട് മാറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്, ഇവിടെ നിന്ന് മാറിപ്പോകാനായി മറ്റൊരിടവും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയി താമസിക്കും എന്നുള്ള ചോദ്യമാണ് അവിടുത്തെ ചോദിക്കുന്നത്. അതായത് വിവിധ വകുപ്പുകളുടെ ഒരു അനാസ്ഥ, ആ അനാസ്ഥയ്ക്ക് ജനങ്ങൾ എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഈ ടൂറിസം വകുപ്പ് അനുമതി നൽകാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ലിഷോ? ഇത്രയധികം ആളുകൾ അവിടെ താമസിക്കുന്ന മേഖലയല്ലേ? അവരുടെ ജീവന ഭീഷണി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ? അതായത് കലശമല ഇക്കോ ടൂറിസം മേഖല എന്ന് പറയുന്നത് അത് വലിയ തോതിൽ സംരക്ഷിച്ചു വരുന്ന ഒരു ഇടമാണ്. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ളവ ആ കലശമലയുടെ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ വകുപ്പുകളുടെ ഒരു ഏകോപനമില്ലായ്മ തന്നെയാണ് ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങൾ വൈകുന്നത്. ഇത് 1-2 വർഷത്തെ ഒരു പ്രശ്നമല്ല. ഇതിപ്പോൾ 4-5 വർഷങ്ങളായുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ഈ സമാനമായ രീതിയിലുള്ളത്. എല്ലാ തവണയും മഴക്കാലമായി കഴിഞ്ഞാൽ തങ്ങൾ ഭീതിയിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഇത് അധികൃതർ കൃത്യമായി ഇടപെടാത്തത് മൂലമാണ്. ഇനിയിപ്പോൾ കളക്ടറുടെ പരാതിയാണ്. എന്നിട്ടും ഈ കാലവർഷം കനത്ത് പെയ്തു തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു മണ്ണ് മാറ്റാമെന്നുള്ളൊരു അറിയിപ്പും അടക്കം പഞ്ചായത്ത് നൽകുന്നത്. എന്തിനാണ് ഇത്രയധികം കാലതാമസം വന്നത്? 120 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, 120 മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവന ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും കാലതാമസം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം.